അപ്പൊ ദേ നമ്മള് പൊതിച്ചോറ് മക്കൾക്ക് ആദ്യം കൊടുക്കുവാണേ. മക്കള് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാന്ന് വെച്ചു. എങ്ങനെയുണ്ട്? നല്ല മണം. അത് നമ്മള് വാഴയില് പൊതി അത്ര നേരം വെക്കണില്ല. നിവർത്തി വെക്കല്ലേ എല്ലാരും നിവർത്തി വെച്ചോ. സൂപ്പർ. ഇനി ആർക്കൊക്കെ ചാറ് കറികളൊക്കെ സൈഡിലോട്ടാക്കിയിട്ട് മീൻകറി വേണ്ടവർക്ക് മീൻകറി എടുക്കാം, മോര് വേണ്ടവർക്ക് മോരെടുക്കാം. ബീഫും ഉണ്ട്. എനിക്ക് കൂടുതൽ മണം കിട്ടണേ. സൂപ്പറാണ്. സ്പൈസസ് കൂടുതലുണ്ട്. തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചമ്മന്തി. റോസ്മിന്റെ ഫേവറേറ്റ് ചാള വറുത്തത്. ജസ്വിൻ എന്താണ് ജസ്വിൻ? ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. സാധാരണ നമ്മളെപ്പോഴും ബിരിയാണി, ചിക്കൻ മന്തി, ബീഫ് മന്തി ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് ട്രെൻഡിങ് നമുക്ക് പൊതിച്ചോറാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം പൊതിച്ചോറ് കഴിക്കാനായിരിക്കും അല്ലേ. അപ്പൊ നമ്മളിന്ന് നമുക്ക് എറണാകുളത്ത് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട്, സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയില കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഇവിടെ മലപ്പുറത്ത് എത്തിയപ്പോൾ നമുക്ക് ലാവശ്യം വാഴത്തോട്ടം ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പൊതിച്ചോറ് കിട്ടുക. ഞങ്ങൾ 9 പേരുണ്ടേ. അപ്പൊ 9 പേർക്കും കൂടെ ഞങ്ങൾ ഇതൊരു പൊതിച്ചോറ് കിട്ടുക. അപ്പൊ അതിലേക്ക് വരാൻ പോകുന്നത് ഒരു മീൻകറി, ചാള കഴിച്ചത്, നമുക്ക് ചെറിയ ചാള വറുത്തത്, ബീഫ് വരട്ടിയത്, ഒരു പപ്പായത്തോരൻ, ഒരു ചീരത്തോരൻ, ഒരു അച്ചാറ്, പിന്നെ ഒരു മോരുകറി, പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി, മുട്ട വറുത്തത്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയും യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഓരോരുത്തരും ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുക്കാൻ നമുക്ക് നമ്മൾ പൊതിച്ചോറ് കിട്ടുന്നതും കഴിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലുണ്ട്. നമ്മളിത് ഒരു 20 ചാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2-3 ഡ്രോപ്സ് വിനീഗറ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കാവേ. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അരമണിക്കൂറോളം ഇരിക്കട്ടെ. കാര്യം നമ്മുടെ ബാക്കി എല്ലാ പണി തീർന്നതിന് ശേഷം മാത്രം നമുക്ക് ഇത് വറുത്താൽ മതി. നമ്മളിത് മസാല തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു മീൻകറി ഉണ്ടാക്കാം. നമ്മളിത് ചാളക്കറി വെക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 1/2 സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. മുളക് പൊടി എടുക്കുന്നത് പിരിയമുളക് പൊടിയാണ്. 2 സ്പൂൺ പിരിയമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ആകെ ഒരു 10 ചാള എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു നേരത്തിനുള്ള കറി മാത്രം മതി. അതുകൊണ്ടാണ് ഒരു 3 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വേണ്ടത് ഉലുവയാണ്. അത് ഞാൻ കടുക് താളിക്കുന്ന സമയത്ത് ഇടുള്ളൂ. അപ്പം നമുക്ക് മീൻകറി റെഡിയാക്കാം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു 2 കറിവേപ്പില, ഒരു 1/4 സ്പൂൺ ചതച്ചമുളക് പിരിയമുളകാണെങ്കിൽ അത് തന്നെ മൊത്തത്തിൽ എടുക്കണതാണ് നല്ലത്. ഇത് എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത്. ഒരു 1/4 സ്പൂൺ പിരിയമുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു, സവാള വഴറ്റി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടികളൊന്ന് വഴറ്റി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോണത് പപ്പായത്തോരനാണ്. ഞാൻ പപ്പായ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, ഒരു 2 കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ കപ്പ് തേങ്ങ. നമ്മുടെ പപ്പായത്തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചീരത്തോരനാണ്. ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞൊരു 10, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീരത്തോര റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുറച്ച് പപ്പായ അച്ചാറിടാൻ എടുത്ത് കേട്ടോ. ഇത് ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുകയാണ്.
അതിലേക്ക് ഇതേ ഒരു 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1.5 സ്പൂൺ മുളക് പൊടി, ഇത് ഉലുവയും കായവും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്, ഒരു 1/2 സ്പൂണ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നമ്മൾ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇച്ചിരി ജീരകം കൊണ്ട് ഇട്ട് തേങ്ങ കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ച് മോരിനും കൊണ്ടുവരാം. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മൾ പപ്പായ തോരനുള്ള പപ്പായ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊലി കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. നമ്മുടെ പപ്പായ അച്ചാറും റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അധികം പണിയില്ല. നമ്മൾ നേരത്തെ മസാല തിരുമ്മി വെച്ചിരുന്ന മീൻ വറുക്കണം, മുട്ടയും വറുക്കണം. അതിന് ശേഷം നമുക്ക് പൊതി കെട്ടാം. നമ്മൾ പൊതിച്ചോറ് മക്കൾക്ക് ആദ്യം കൊടുക്കുവാണേ. മക്കൾ കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട്? നല്ല മണം. അത് നമ്മൾ വാഴയിൽ